everyone, welcome to Competitive Cracker. ഞാൻ ബിസി ബാബു. അപ്പോൾ നമ്മളിത് ഇന്ന് വന്നിട്ടുള്ളത് LD ടൈപ്പിക്സ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മളൊരു പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു IT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്കറിയാമല്ലേ, സിലബസ് പ്രകാരം 40 മാർക്കാണ് IT നിന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കൃത്യമായി പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ആ 40 മാർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? IT ഭാഗത്ത് നമുക്കറിയാം 40 മാർക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് ഏത് ഭാഗത്തിൽ നിന്നായിരിക്കും കൂടുതൽ വരാൻ പോകുന്നത് നമുക്കറിയാവോ? അപ്പോൾ ഏത് ഭാഗത്തിൽ നിന്നായിരിക്കും IT നിന്നും ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് എന്ന് അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പഠിച്ചു പോകാനായിട്ടും എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നോക്കിക്കേ, നമുക്കിത് കാണാൻ സാധിക്കും. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ IT നിന്നും മെമ്മറിയുടെ ഭാഗത്ത് നിന്ന്, അതായത് റോം, ക്യാഷ്, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, മെമ്മറി യൂണിറ്റ്, ഈ ഒരു പോർഷനിൽ നിന്നും സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ വെരി ഹൈ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ PYQs എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് നിന്നും വളരെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും വളരെയധികം രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പോൾ IT നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്തരം ഭാഗങ്ങൾ കൃത്യമായി ഓർത്തിരിക്കണം. പിന്നീട് വരാൻ സാധ്യതയുള്ള മേഖല ഏതാണ്? നമ്മുടെ ഇന്റർനെറ്റ്, നെറ്റ്വർക്കിംഗ്, അതായത് നമ്മുടെ ബ്രൗസർ, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, HTTP, DNS, URL, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നിരവധിയായിട്ട് ചോദിച്ചു വന്നിട്ടുണ്ടാകും. നമ്മുടെ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി IT നിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള ഭാഗങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർക്കുക, നമ്മൾ ഇന്റർനെറ്റ് ആൻഡ് നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗത്തിൽ നിന്നും ആ ഒരു സബ്ജക്റ്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. ബ്രൗസറിൽ നിന്നും ചോദിക്കാം, സെർച്ച് എഞ്ചിൽ നിന്നോ, ഇമെയിൽ ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ URL-ഉമായിട്ടോ നമ്മുടെ HTTP-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. പിന്നീട് നോക്കുമ്പോൾ സൈബർ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്നും നമുക്ക് വൈറസ്, വാം, ട്രോജൻ, അതുപോലെ ആൻറ്റി വൈറസ്, ഫിഷിങ്, ഫയർവെല്ല്, ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നീട് കുറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നും. അത് കുറഞ്ഞ രീതിയാണ്, ഒത്തിരി അല്ല എങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന മേഖലയിൽ നിന്നും. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ IT ഭാഗത്ത് നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാൻ, എങ്ങനത്തെ ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കാം വരാൻ പോകുന്നത്, ഈ ഒരു പാറ്റേൺ വെച്ചാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക, ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആദ്യ ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് കമ്പ്യൂട്ടർ ജനറേഷൻ യൂസസ് ഇൻ ജാവ ലാംഗ്വേജ്, അതായത് ജാവ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ജനറേഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഓൾറെഡി കമ്പ്യൂട്ടർ ജനറേഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 4 ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ജനറേഷനെ 4 ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത് എന്താ? സെക്കൻഡ് ജനറേഷനിൽ വരുന്നത് ഒന്നാണ് ട്രാൻസിഷൻ മേഖല. ട്രാൻസിഷൻ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ജനറേഷൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അതിലെന്തായിരുന്നു? കോബോൾ പോലെയുള്ള ലാംഗ്വേജുകളായിരുന്നു അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, കോബോൾ പോലെയുള്ള ലാംഗ്വേജുകളായിരുന്നു അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ജാവ പോലെ ലാംഗ്വേജുകൾ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തത് തേർഡ് ജനറേഷനിലാണ്. തേർഡ് ജനറേഷൻ ഉദ്ദേശിക്കുമ്പോൾ ഏതായിരിക്കും? അവിടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആകുമ്പോൾ C പോലെയുള്ള ലാംഗ്വേജുകളായിരിക്കും, അല്ലെങ്കിൽ ബേസിക് പോലെയുള്ള ലാംഗ്വേജുകളായിരിക്കും അവിടെ കൂടുതലായിട്ടും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക് പോലെയുള്ള ലാംഗ്വേജുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. C, ബേസിക് പോലെ ലാംഗ്വേജുകളാണ് നമ്മുടെ തേർഡ് ജനറേഷനിൽ വന്നുകൊണ്ടിരുന്നത്. അവിടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തത് ഫോർത്ത് ജനറേഷനിലേക്ക് വരുമ്പോൾ എന്താ? നമ്മുടെ C++, അതുപോലെ തന്നെ പൈത്തൺ, പിന്നീട് വരുന്നതാണ് ജാവ പോലെയുള്ള ലാംഗ്വേജുകൾ വന്നിട്ടുണ്ടാകുന്നത് ഏതാണ്? നമ്മുടെ ഫോർത്ത് ജനറേഷനാണ്. അതായത് മൈക്രോ പ്രോസസ്സറിന്റെ മേഖലയിൽ വരുന്നതാണ് ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു മേഖലയിലുള്ള ലാംഗ്വേജുകളാണ് C++, പൈത്തൺ, ജാവ പോലെയുള്ള ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്ത് വന്നത്. ലാസ്റ്റ് വന്ന് എന്താ? ഫസ്റ്റ് ജനറേഷൻ അല്ലേ. അവിടെ വന്നിട്ടുണ്ടാകുന്ന മേഖല ഏതാ? മെഷീൻ ലാംഗ്വേജുകളാണ് കൂടുതലായിട്ടും ഫസ്റ്റ് ജനറേഷൻ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തായിരുന്നു? വാക്യൂം ട്യൂബായിരുന്നല്ലേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വലിയൊരു കമ്പ്യൂട്ടർ ആയിരുന്നു, അവിടെ വാക്യൂം ട്യൂബാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുയോജ്യമായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഫോർത്ത് ജനറേഷൻ, അതായത് മൈക്രോ പ്രോസസ്സർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ C++, പൈത്തൺ, ജാവ പോലെയുള്ള ലാംഗ്വേജുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? ഫോർത്ത് ജനറേഷനിലായിരുന്നു. ഓക്കെ അല്ലേ? നമുക്കൊരു ഇമേജ് വെച്ച് നോക്കുക അല്ലേ, നമുക്കിത് ഇമേജിൽ കാണാൻ സാധിക്കും. നമ്മുടെ ആൻസർ ഫോർത്ത് ജനറേഷൻ ആണ്. ഫസ്റ്റ് ജനറേഷൻ നമുക്ക് കാലഘട്ടങ്ങളിൽ കാണാൻ
കാണാൻ സാധിക്കും എന്താ 1940 മുതൽ 1956 കാലഘട്ടത്തിലായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായത്. ഒരു വാക്യൂം ട്യൂബ് ആയിരുന്നു. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയായിരുന്നു. ഹൈ പവർ ഓഫ് കൺസ്യൂമേഷനും ജനറേറ്റഡ് മോർ ഹീറ്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നത്. എന്താണ്? വാക്യൂം ട്യൂബ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഓർത്തിരിക്കുക, കമ്പ്യൂട്ടർ ജനറേഷന്റെ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നിരവധിയായി ചോദിച്ചൊരു കാലഘട്ടമാണ് ഫോർത്ത് ജനറേഷന്റെ ഏതാണ്, ഫസ്റ്റ് ജനറേഷൻ ഏത് ഇതിലുള്ളതാണ് എന്നൊക്കെ. ഓക്കെ, അടുത്തതാണ് സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ എന്താ? ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് അല്ലേ? ഇത് 1956 മുതൽ 1964 കാലഘട്ടങ്ങളിൽ ട്രാൻസിസ്റ്റേഴ്സ് ആയിരുന്നു. അത് വളരെ സ്മോളർ ആയിരുന്നു, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിരുന്നു, മോർ റിലയബിളും കൺസ്യൂമഡും ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാക്യൂം ട്യൂബിനേക്കാളും പവർ സപ്ലൈ കുറവായിരുന്നു. ലെസ് പവർ ദാൻ വാക്യൂം ട്യൂബ് ആയിരുന്നു എന്താ നമ്മുടെ സെക്കൻഡ് ജനറേഷനായിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സിൽ നിന്നുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ജനറേഷൻ എന്താ? തേർഡ് ജനറേഷൻ ആണ്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് അതിൽ വരുന്നത്. യൂസ്ഡ് ഇൻ IC ഉണ്ട്. മേഡ് എ കമ്പ്യൂട്ടർ സ്മോളർ, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിരുന്നു, റിലയബിളും ആയിരുന്നു, എഫിഷ്യന്റും ആയിരുന്നു. ഏത് കാലഘട്ടം? 1964 മുതൽ 1971 നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്, അതായത് തേർഡ് ജനറേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തതാണ് ഫോർത്ത് ജനറേഷൻ. നമ്മുടെ ആൻസർ ഏതായിരുന്നു? ഫോർത്ത് ജനറേഷൻ ആയിരുന്നു. മൈക്രോ പ്രോസസ്സേഴ്സ്, അതായത് റെവല്യൂഷൻ കമ്പ്യൂട്ടേഴ്സ് മേക്കിംഗ് ഓഫ് പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആയിട്ട് കിട്ടണം അല്ലേ? അതിന് വേണ്ടിയിട്ടായിരുന്നു ഫോർത്ത് ജനറേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ലായിരുന്നു, ഓപ്ഷനിൽ ഇല്ല എന്നൊരു ഭാഗമാണ് ഫിഫ്ത്ത് ജനറേഷൻ. പക്ഷേ അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് എന്ത്? ഫിഫ്ത്ത് ജനറേഷൻ. അവിടെ എന്തായിരുന്നു? പ്രസന്റ് ഫ്യൂച്ചർ, അത് നമുക്ക് ഈ പ്രസന്റിലും ഫ്യൂച്ചറിലും വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫിഫ്ത്ത് ജനറേഷൻ. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ബിയോണ്ട് ആയിട്ടുള്ളതായിരുന്നു. ഫോക്കസ് ചെയ്യുന്നത് AI-യും പാരലൽ ഫോക്കസിങ്ങും നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജുകളും റോബോട്ടിക്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ആയിരുന്നു നമ്മുടെ ഫിഫ്ത്ത് ജനറേഷനിൽ വരാൻ പോകുന്നത്. അത് പ്രസന്റിലും ഫ്യൂച്ചറിലും നമുക്ക് വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഫിഫ്ത്ത് ജനറേഷൻ ഉള്ളത്. അപ്പോൾ ഇത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. ക്വസ്റ്റ്യനിൽ മാറിയും വരാം, സിമിലർ ആയിട്ടുള്ള രീതിയിലും വരാം. അപ്പോൾ എന്തറിഞ്ഞിരിക്കണം? ഈ ഉള്ള ജനറേഷനുകൾ അറിഞ്ഞിരിക്കണം. ജനറേഷൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി തറവായല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, അടുത്ത ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് റോങ്ലി മാച്ച്ഡ്. ഒരു മാച്ച് ഫോളോയിങ് ആണ്. റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അറിഞ്ഞിരിക്കുന്നതിന് മുന്നേ എന്തുണ്ടായിരിക്കണം? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ റോങ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് കണ്ട് കിടക്കുന്നത് ഏതാ? റാം എന്നാണ് കിടക്കുന്നത് അല്ലേ? റാം എന്താ? റാം എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ മെമ്മറി എന്നാണ് കിടക്കുന്നത്. അതല്ലേ, റാം എന്ന് പറഞ്ഞ ഒരു വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. നമ്മൾ പറയുന്ന കമ്പ്യൂട്ടേഴ്സിലെ ഡേറ്റാസ് ഒക്കെ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാമിലായിരിക്കും. അതിന് തന്നെ റാമിന് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അടുത്തത് പറയുന്ന ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് ഒരു ഓക്സിലറി മെമ്മറി എന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മുടെ SSD, അതുപോലെ തന്നെ HDD, നമ്മുടെ DVD പോലുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെ ആയിരിക്കും? ഓക്സിലറി മെമ്മറിയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിലറി മെമ്മറി തന്നെയാണ്. ഓക്കെ, അടുത്തത് എന്താ? DVD എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മെമ്മറിയാണ്. ഒരിക്കലും യോജിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? DVD എന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മെമ്മറി അല്ല, അതൊരു സെക്കൻഡറി സ്റ്റോറേജ് മെമ്മറിയാണ് DVD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി, അത് നമ്മുടെ ആൻസർ ആയിട്ട് യോജിക്കുന്ന ഒന്നും തന്നെയല്ല. പക്ഷെ നമുക്ക് ഇനിയും ഉണ്ട് ഒരു ഓപ്ഷൻ അല്ലേ? അത് നോക്കി പോകാം. റോം എന്ന് പറഞ്ഞാൽ എന്താ? നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതല്ലേ റോം എന്താ? റീഡ് ഓൺലി മെമ്മറി. ഡേറ്റാസിനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയായിരിക്കും? റോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ റോമിനെ നമുക്ക് വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു മാത്സ് ഫോളോയിങ്ങും കറക്റ്റ് അല്ലേ? പിന്നെ യോജിക്കാത്തതായിരിക്കും DVD ആയിരിക്കും. പ്രൈമറി മെമ്മറിയാണ് നമുക്ക് യോജിക്കാതെ പോകുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, റാം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. റാം ലോസസ് ഡേറ്റ വെൻ ദ പവർ ടേൺ ഓഫ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് നമ്മൾ MS വേർഡിൽ ഒരു ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ആയി പോയി, നമ്മൾ ഡോക്യുമെന്റ് സേവ് ചെയ്യാൻ വന്നുപോയി, ഡേറ്റാസ് പോകില്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ലോസ് ആയി പോകും. ഡേറ്റാനെ പെർമനന്റ് ആയിട്ടല്ല അവിടെ സേവ് ചെയ്യുന്നത്, ടെമ്പററി ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റാമിനെ ഒരു വോളറ്റൈൽ മെമ്മറി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അടുത്തത് പറയുന്നു ഹാർഡ് ഡിസ്ക് ഒരു ഓക്സിലറി മെമ്മറിയാണ്. അതല്ലേ, ഹാർഡ് ഡിസ്ക് ഇതൊരു സെക്കൻഡറി ഓക്സിലറി മെമ്മറിയാണ്, സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഡേറ്റാസിനെ നമ്മുടെ വീഡിയോസ് ആയിക്കോട്ടെ, ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വെക്കുമ്പോൾ എന്ന് തന്നെയായിരിക്കും നമ്മുടെ ഹാർഡ് ഡിസ്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്കിനെ ഓക്സിലറി മെമ്മറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത് എന്താ കിടക്കുന്നത്? DVD ഒരു പ്രൈമറി മെമ്മറിയാണ്. പറ്റുമോ? ഇല്ല. DVD എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഒപ്റ്റിക്കൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈമറി മെമ്മറിയുടെ ഭാഗത്ത് വരുന്ന ഒന്നല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല DVD എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഒരു ഫോളോയിങ് തന്നെയാണ്. DVD ഒരിക്കലും പ്രൈമറി മെമ്മറിയുടെ ഭാഗത്ത് വരത്തില്ല.
അടുത്തെന്താ റോം ആണല്ലേ. റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. കറക്റ്റ് ആണല്ലേ. റോം റിറ്റെയിൻസ് ഡേറ്റ ഈവൻ വെൻ ഈ പവർ ഇസ് എ ടേൺ ഓഫ്. നമ്മുടെ പവർ ഇപ്പോൾ ഓഫ് ആയി പോയാലും റോമിൽ എന്തായിരിക്കും, ഡേറ്റാനെ പെർമനന്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ റോം എന്ന് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ മെമ്മറി തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കിക്കേ, സം ഫങ്ഷൻസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആർ ഗിവൻ ബിലോ. നമുക്ക് 4 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള 4 ഫങ്ഷൻസ് ആണ്. ഈ 4 ഫങ്ഷൻസിനും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആണോ എന്ന് നമ്മൾ അറിയണം. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ നോക്കിക്കേ, നമുക്ക് 4 കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഫങ്ഷൻസും ഐഡന്റിഫൈ ചെയ്ത് ഈ ഫങ്ഷൻസ് എല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെതാണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 4 ഫങ്ഷൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ കിടക്കുന്നത് പ്രോസസ് മാനേജ്മെന്റ് ആണ്. നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഒരു മെയിൻ ആയിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലേ. കമ്പ്യൂട്ടറിനെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പ്രോസസ് മാനേജ്മെന്റ് എന്ത് തന്നെയാണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയത്തില്ലേ? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയാൻ സാധിക്കും. കാരണം ഓരോ കാര്യങ്ങളും പ്രോസസ്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ CPU-ന് അടുത്ത് എന്ത് ചെയ്ത് കൊടുക്കണം, അടുത്ത ഏത് ടൈമിൽ ഏതാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്, മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്, പ്രോസസ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? നമ്മുടെ പ്രോസസ് മാനേജ്മെന്റ് എടുക്കാൻ സാധിക്കും. അടുത്തത് കിടക്കുന്നത് മെമ്മറി മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഡേറ്റാസിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും ഡേറ്റാസിലെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് യൂസ് ചെയ്യുന്നത്? മെമ്മറി മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെമ്മറി മാനേജ്മെന്റും എന്തിന്റെ ഭാഗമായിട്ട് വരും? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ലേ? അടുത്തത് വരുമ്പോൾ എന്താ? ഡിവൈസ് മാനേജ്മെന്റ്. നമ്മുടെ കീബോർഡോ മൗസോ സ്കാനറോ ഇതുപോലെയുള്ള ഡിവൈസുകളെയൊക്കെ മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിവൈസ് മാനേജ്മെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓപ്പറേറ്റിംഗ് മാനേജ്മെന്റ് എന്നാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നു പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിനെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ ഒതുക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അങ്ങനെ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നെ നമുക്ക് എന്തെടുക്കാൻ സാധിക്കും? നമ്മുടെ ഡിവൈസ് മാനേജ്മെന്റ് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അടുത്ത ലാസ്റ്റ് വൺ ഫയൽ മാനേജ്മെന്റ് ആണ്. നമ്മുടെ ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? ഫയൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡേറ്റാസിനെയും മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രോസസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, മെമ്മറി മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, ഡിവൈസ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, ഫയൽ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്താ? ഈ 4 കാര്യങ്ങളും എന്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ഏതായിരിക്കും? ഓൾ ഓഫ് ദ എബോവ്. അതായത് എല്ലാം നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ വരുന്നതാണ്. പ്രോസസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, മെമ്മറി മാനേജ്മെന്റ് ആയിക്കോട്ടെ, ഡിവൈസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ലാസ്റ്റ് വന്നുള്ള ഫയൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടറിലുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകുന്ന എന്ത് തന്നെയായിരിക്കും? ഈ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കൂടെ വരുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, നോക്കിക്കേ, ഇവിടെ പ്രോസസ് മാനേജ്മെന്റ് എന്താ? മാനേജ് ചെയ്യുന്നല്ലേ, പ്രോഗ്രാംസിലെ CPU-നെയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്തില്ലേ? നമ്മുടെ CPU നമ്മൾ വിൻഡോസ് ഓപ്പൺ ആക്കുന്നു, നമ്മുടെ MS Word പ്രോഗ്രാം, നമ്മുടെ MS Word ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും ഡേറ്റാസ് ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ടൈമിലും ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ CPU കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നീ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് തന്നെയായിരിക്കും പ്രോസസ് മാനേജ്മെന്റ് ആയിരിക്കും. മെമ്മറി മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? അലോ ചെയ്യണല്ലേ, അല്ലെങ്കിൽ മാനേജ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അലോക്കേറ്റ് തന്നിരിക്കുന്നത് അതിന് മാനേജ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ മെമ്മറി ആയിരിക്കും എന്തിലുള്ളത്? നമ്മുടെ മെമ്മറി മാനേജ്മെന്റിലുള്ളത്. ഡിവൈസ് മാനേജ്മെന്റ് എന്താ? കൺട്രോൾ ചെയ്യുകയാണ്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ടുള്ള നമ്മുടെ കീബോർഡോ മൗസോ സ്കാനറോ ഇങ്ങനത്തെയുള്ള ഡിവൈസുകൾ, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഡിവൈസ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അടുത്ത എന്താ? ഫയൽ മാനേജ്മെന്റ് അല്ലേ. നമ്മുടെ OS ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആയിക്കോട്ടെ, ഓർഗനൈസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫയൽസ് ആയിക്കോട്ടെ, ഫോൾഡേഴ്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ള ജോലിയായിരിക്കും ഫയൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതിന് ആൻസർ പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ കറക്റ്റഡ് അബൌട്ട് ദ മെമ്മറി യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ? നമുക്ക് മെമ്മറി യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൃത്യമായും ചെയ്യേണ്ടത് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടാകും. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കാം അല്ലേ.
ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എന്താ കിടക്കുന്നത്? മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU ഈസ് കോൾഡ് മെയിൻ മെമ്മറി. മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU ഈസ് കോൾഡ് മെയിൻ മെമ്മറി. എന്താ നമ്മുടെ CPUമായിട്ട് മെയിൻ മെമ്മറി ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ അല്ലേ? കാരണം നമ്മൾ ഡയറക്ട്ലി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന എന്താ? ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ ആ ഡേറ്റ നമ്മുടെ CPU-ലുള്ള ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് റാമിലായിരിക്കും. അതുവഴി നമുക്ക് മെയിൻ മെമ്മറിയുമായിട്ട് ഇവിടെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് CPU-മായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കളർ ശരിയല്ലേ? അതെ അല്ലേ? നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത എന്താ? CPU ഹാസ് എ ഡയറക്റ്റ് ആക്സസ് ടു ഓക്സിലറി മെമ്മറി. ഓക്സിലറി മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോലെയുള്ള സ്റ്റോറേജ് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓക്സിലറി മെമ്മറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ CPU ഡയറക്റ്റ് ആയിട്ട് ഓക്സിലറി മെമ്മറിയുമായിട്ട് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? CPU ഹാസ് എ ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി. നമ്മുടെ CPU-ന്റെ അടുത്തുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയും കൂടിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ? CPU ഡയറക്റ്റ് ആക്സസ് ടു ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ സാധിക്കില്ലേ? റാമിലുള്ള ഡേറ്റാസിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും എടുക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ? നമുക്ക് 3 സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉണ്ടോ എന്നുള്ള റോങ് ആയിട്ട്. അതായത് CPU ഹാസ് എ ഡയറക്റ്റ് ആക്സസ് ടു ഓക്സിലറി മെമ്മറി. നമ്മുടെ സ്റ്റോറേജ് ഡിവൈസുകളുമായിട്ട് നമ്മുടെ SSD-യോ ഹാർഡ് ഡിസ്കോ DVD പോലെയുള്ള സ്റ്റോറേജ് ഡിവൈസുകളുമായിട്ട് നമ്മുടെ CPU ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആയി പോയത്. 1ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഏതാണ്? 1 and 3 only. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നോക്കിക്കേ, മെമ്മറി എന്താ ചെയ്യുന്നത്? മെമ്മറി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ CPU is called the main memory. CPU can be directly access the main memory. മെയിൻ മെമ്മറിയുമായിട്ട് ഡയറക്ട്ലി ആക്സസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ റാമുമായിട്ട് ഡയറക്ട്ലി അവിടെ ആക്സസിങ് നടക്കുന്നുണ്ട്. അടുത്ത എന്താ? CPU has a direct access to cache memory. Cache memory എന്താ? ഡയറക്ട്ലി ആക്സസ്ഡ് ബൈ ദ CPU. എന്തുകൊണ്ടാണ്? നമ്മുടെ CPU-ന്റെ വളരെ അടുത്തുള്ളൊരു ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ. അത് ഏതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിന് എന്ത് പറയാൻ സാധിക്കുന്നത്? CPU ഡയറക്റ്റ് ആയിട്ട് അവിടെ നമ്മുടെ ക്യാഷ് മെമ്മറിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ? പഠിച്ചല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? മെയിൽസ് ദാറ്റ് ആർ സെൻഡ് വിത്ത് ദ മെലീഷ്യസ് ഇന്റർനെറ്റ് ടു ഗെറ്റ് യു ഇൻ ടു ദ ട്രബിൾ ആർ കോൾഡ്. അതായത് ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കാൻ അൺവാണ്ടഡ് ആയിട്ടുള്ള മെയിൽസുകൾ അയച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നമ്മുടെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യ ഓപ്ഷൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറയുന്നത്? വൈറസ് എന്നാണ്. വൈറസ് ഉദ്ദേശിക്കുന്നത് എന്താ? അതൊരു മലീഷ്യസ് ആയിട്ടുള്ള ഒരു മാൽവെയർ ആണ്. എന്ന് പറഞ്ഞാൽ വൈറസ് എന്ന് പറഞ്ഞാൽ വൈറസ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മാൽവെയർ ആണ്. നമ്മളറിയാതെ നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മുടെ ലാപ്പിലുള്ള ഡോക്യുമെന്റ്സുകളോ ഫയൽസുകളോ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാൽവെയർ ആണ് എന്നു പറഞ്ഞാൽ വൈറസ് എന്ന് പറയുന്നത്. അത് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് മെയിലുകൾ അയച്ച് ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അതല്ല എന്ത് വൈറസ് എന്ന് പറയുന്നത്. അടുത്ത എന്താ? ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കണ്ടാൽ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പോലെയോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ പോലെയോ തോന്നിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗെയിം ആപ്പുകളൊക്കെ അല്ലേ? ഇപ്പൊ കുട്ടികൾക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മൾ ഒരു ആപ്പ് കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്തു, പിന്നീട് അതിനകത്ത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് അവർ തരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെല്ലുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു ഹാക്കറിന്റെ അടുത്തേക്കായിരിക്കും. ഓക്കെ, ഒരു ഹാക്കേഴ്സിന്റെ അടുത്തേക്കായിരിക്കും. അതൊരു എന്താ? നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റീൽ ചെയ്ത് നമ്മളെ മോഷ്ടിക്കാൻ ആർക്ക് സാധിക്കും? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്ന ആ ഒരു തട്ടിപ്പ് കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ട്രോജൻ ഹോഴ്സ് ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പോലെ നമുക്ക് വേണ്ടി നശിപ്പിക്കാനുള്ള ഒന്നാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ? വാംസ്. വാംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവുന്ന ഒന്നാണ് വാംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളറിയാതെ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ടായിരിക്കും അവിടെ വൈറസ് എന്ത് ചെയ്യുന്നത്? വാംസ് സ്പ്രെഡ് ആവുന്നത്. അതുവഴി നമ്മുടെ ഡേറ്റാസ് ഒക്കെ സ്റ്റീൽ ചെയ്ത് പോയിട്ട് നമുക്ക് നമ്മുടെ ഫോൺസ് ഒക്കെ ഹാക്ക് ചെയ്യാനായിട്ടുള്ള വഴികളാണ് അതൊക്കെ. ഓക്കെ, അടുത്ത എന്താ? സ്പാം. സ്പാം എന്താ? സ്പാം എന്ന് വെച്ചാൽ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തട്ടിപ്പാണ്. അതായത് നമ്മൾ അറിയാൻ ബൾക്കായിട്ടുള്ള ഇമെയിൽസുകളിൽ അഡ്വർടൈസ്മെന്റുകളോ അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ലോട്ടറി അടിച്ചു, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തട്ടിപ്പിലായിട്ടുള്ള രീതിയിൽ മെയിലുകൾ അയക്കാറില്ലേ? അതിലുള്ള ബൾക്കായിട്ടുള്ള മെയിലുകളോ അല്ലെങ്കിൽ ഒരുപാട് മെയിലുകൾ അയക്കുകയാണെങ്കിൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമെയിലുകൾ അയക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പാം എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് വൺ എന്താണ്? സ്പാം ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള ഇമെയിൽസുകൾ
സെൻഡ് ചെയ്ത് ബൾക്കായിട്ട് നമുക്ക് മെയിലുകൾ അയക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ സ്പാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒരുപാട് രീതിയിൽ ചോദിച്ചിട്ടുള്ളതുമാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മാറിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്താ, ആൻസർ മാത്രം പഠിക്കാണ്ട് തന്നിട്ടുള്ള ഓപ്ഷനുകളിലും എന്താണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ സിമിലർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയുടെ കൂടെ തന്നെ പഠിച്ചു പോകാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെ പുതിയ ബാച്ച് നമ്മുടെ CCയിൽ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ IT-യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള നമ്മുടെ വീഡിയോസിനെ കാണാനായിട്ടാണ് നമ്മുടെ CCയുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.